നമസ്കാരം. ഇന്ന് കേരളത്തിൽ ഏറ്റവും പുതിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന സീപ്ലെയിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് കരുതിയാണ് വന്നത്. വിമാനം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗതികളിലൊന്നാണ്. കുട്ടിക്കാലത്തൊക്കെ വീട്ടിനുള്ളിലിരിക്കുമ്പോൾ പുറത്തൊരു വിമാനത്തിൻ്റെ ശബ്ദം കേട്ടാൽ നമ്മൾ ഓടി പുറത്തിറങ്ങി ആ വിമാനത്തിന് ഇങ്ങനെ വെറുതെ നോക്കും. വേറെ ഒരു കാര്യമില്ല. ചിലപ്പോൾ ടാറ്റയൊക്കെ കാണിക്കാറുണ്ട് അല്ലേ. നമ്മളിങ്ങനെ അതൊരു നമ്മുടെ ഒരു നൊസ്റ്റാൾജിയുടെയൊക്കെ ഭയങ്കര കുട്ടിക്കാല ഓർമ്മകളുടെയൊക്കെ ഭാഗമാണ് വിമാനം. അതല്ലാതെ ഒരിക്കലെങ്കിലും വിമാനയാത്ര നടത്തണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. ആ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാനുള്ള നമ്മുടെ ഒരു കൗതുകവും നമ്മുടെ ഒരു ആവേശവും ഒക്കെ ഉള്ളതാണ്. വിമാനം ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായിരിക്കുന്നത് ഒരു സീപ്ലെയിനാണ്. കായലിൽ നിന്ന് കയറി ഡാമിലിറങ്ങുന്നതിനെ സീപ്ലെയിൻ എന്ന് വിളിക്കാവോ എന്നെനിക്കറിയില്ല. ജലവിമാനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സാഗരം. സംഗതി വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് ഒരു സീപ്ലെയിൻ സർവീസ് നടന്നു. അതിനു മുൻപ് സംസ്ഥാന ടൂറിസം മന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ഒക്കെ കയറ്റി ഒരു പരീക്ഷണ പറക്കലുമൊക്കെ വളരെ വിശാലമായി കൊച്ചിയിലെ കായലിൽ നടന്നു. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ പുതിയ കുതിച്ചുചാട്ടം ഇതാ സീപ്ലെയിൻ എന്ന മട്ടിലുള്ള വലിയ ശബ്ദ കോലാഹലങ്ങൾ, വലിയ ആഘോഷങ്ങളൊക്കെ നടന്നു. കേരളത്തിൻ്റെ മുഖച്ഛായ മാറുകയാണ് എന്ന് മന്ത്രിമാർ വാദോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഓർത്തത്, എവിടെയോ ഈ സീപ്ലെയിനെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അതേ വഴക്കമൊന്നുമില്ല. ഒരു 10-11 വർഷം പിറകോട്ട് പോയാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലത്ത് 2013 സീപ്ലെയിൻ വന്നിരുന്നു. അന്നെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അന്ന് ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് പറക്കാൻ വന്ന സീപ്ലെയിൻ, അതോ കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്കാണ് റൂട്ട് ഏതാണെന്ന് ശരിക്കും ഓർമ്മയില്ല. പക്ഷേ സീപ്ലെയിൻ വന്നു, ആലപ്പുഴയിൽ ഇറങ്ങി, അത് കൊല്ലത്തിറങ്ങാനുള്ള ശ്രമങ്ങളെയാണെന്ന് തോന്നുന്നു അന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തി പരാജയപ്പെടുത്തിയത്. അതായത് 11 വർഷം മുമ്പ് കേരളത്തിൽ അവതരിച്ച സീപ്ലെയിനാണ് വേഷം മാറി ഇപ്പോൾ എത്തിയത് എന്ന് ചുരുക്കം. അന്ന് സീപ്ലെയിൻ സർവീസ് നടത്താൻ സമ്മതിക്കാതിരുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അന്ന് പ്രതിപക്ഷത്തായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ശക്തമായ പ്രതിഷേധമാണ് ഒരു കാരണം. ശക്തമായ പ്രതിഷേധം എന്ന് പറയുമ്പോൾ അതിന് പറഞ്ഞ കാരണങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങളടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വലിയ പ്രക്ഷോഭം. CPIയും CPMും ശാസ്ത്ര സാഹിത്യ പരിഷത്തും എന്ന് വേണ്ട ഇടതുപക്ഷ ചിന്തയുള്ള സകലമാന മനുഷ്യരും അതിന് എതിർ അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയത് നമുക്ക് ഓർമ്മയുണ്ടാവും. ആലപ്പുഴ കായലിൽ ഒരു കാരണവശാലും സീപ്ലെയിൻ ലാൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നായിരുന്നു ആലപ്പുഴയിലെ CPMൻ്റെയും CPIയുടെ നിലപാട്. കാരണമായി അവർ പറഞ്ഞത്, സിലോപ്പിയ കുഞ്ഞുങ്ങൾ പറക്കാതിരിക്കും, അല്ലെങ്കിൽ സിലോപ്പിയ മത്സ്യങ്ങളുടെ പ്രജനനം നടക്കത്തില്ല, മത്സ്യസമ്പത്തിന് ദോഷമാണ്, കക്ക വാരാൻ ഊരിലിട്ട് മുകളിലേക്ക് പോകുമ്പോൾ തലയ്ക്ക് മുകളിൽ പ്ലെയിൻ വന്നാൽ എന്ത് ചെയ്യും, മത്സ്യങ്ങൾക്ക് ശല്യമുണ്ടാകും, കായൽ ജീവികൾക്ക് ശല്യമുണ്ടാകും. ഒരുപാട് കാരണങ്ങൾ നിരത്തിയാണ് അന്ന് സീപ്ലെയിനെതിരെ സമരം ചെയ്തത്. ഏതായാലും ആ സീപ്ലെയിൻ നടന്നില്ല. വന്ന വഴിക്ക് സീപ്ലെയിൻ പറന്ന് അതിനെ വാഴുവയ്ക്ക് പോയി. 11 വർഷങ്ങൾക്കിപ്പുറം സീപ്ലെയിൻ വീണ്ടും വന്നു. സീപ്ലെയിൻ വീണ്ടും വരുമ്പോൾ കായലിലെ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ പ്രസവിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കായലിലെ മത്സ്യങ്ങൾക്ക് ഇപ്പോൾ പ്രജനനത്തിന് തടസ്സമുണ്ടോ എന്നൊന്നും അറിയില്ല. ഏതായാലും സീപ്ലെയിൻ കൊച്ചിയിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് സർവീസ് നടത്തി. അതുപോലെ തന്നെ അന്നത്തെ ഭരണപക്ഷമായിരുന്ന ഇന്നത്തെ പ്രതിപക്ഷം വിമർശനവുമായി എത്തി. ഞങ്ങളിത് കൊണ്ടുവന്നപ്പോൾ ഓഹോ, ഇന്ന് നിങ്ങൾ ആഹ എന്ന് പറഞ്ഞ് ഇതിനെ വരവേൽക്കുക. അന്ന് കണ്ണുപൂട്ടി എതിർത്ത സീപ്ലെയിനെ ഇന്ന് നിങ്ങൾ കണ്ണുപൂട്ടി സ്വീകരിക്കുക. ഇതൊരു വിരോധാഭാസമല്ലേ എന്ന ചോദ്യവുമായി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്തെത്തി. സംഗതി അതിനകത്ത് കുറേ വാസ്തവമുണ്ട്. കാരണം അന്ന് ഈ സീപ്ലെയിനെ എതിർക്കാൻ മുന്നിൽ നിന്ന് CPMൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സീപ്ലെയിനെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ അവിടെ പ്രശ്നമുണ്ട്. അന്ന് സീപ്ലെയിനെ എതിർത്തിരുന്ന CPIയും AITUCയും എല്ലാം ഇന്നും കണ്ണും പൂട്ടി ഈ സീപ്ലെയിനെ എതിർക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയായാൽ സീപ്ലെയിനെ ഇനിയും എതിർക്കുമെന്നാണ് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പറഞ്ഞത്. ആഞ്ചലോസ് അന്നും സീപ്ലെയിനെ എതിർത്ത ആളാണ്. AITUC ഒരു പടിയൂടെ കടന്നു ഒരു കാരണവശാലും സീപ്ലെയിനെ നിലം തൊടാൻ അനുവദിക്കില്ല എന്ന നിലപാടും എടുത്തു കഴിഞ്ഞു. CPMൻ്റെ പുതിയ വ്യാഖ്യാനം, പ്രത്യേകിച്ച് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് ഇത് ഒരു ജനാധിപത്യ സീപ്ലെയിനാണ്. നേരത്തെ ഉണ്ടായിരുന്നത് അങ്ങനെയല്ല. നേരത്തെ ഉണ്ടായിരുന്ന മൂർച്ചകളുടെ സീപ്ലെയിനാണ് എന്ന് മറ്റാണ് മന്ത്രി പറയുന്നത്. ഏതായാലും എന്തൊക്കെ ന്യായവാദങ്ങളാണ്
ഈ സീപ്ലെയിൻ പുതുതായി അവതരിപ്പിക്കുമ്പോൾ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് ശ്രദ്ധേയമാണ്. എല്ലാത്തിനെയും എല്ലാ കാലത്തും കണ്ണുമടച്ച് എതിർക്കാൻ കഴിയില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. പണ്ട് കമ്പ്യൂട്ടറിനെ എതിർത്തപ്പോഴും അതിനുശേഷം പലവിധ എതിർപ്പുകൾ പലവിധ പദ്ധതികൾക്കെതിരായി വന്നപ്പോഴും പിന്നീട് അതൊക്കെ മാറിയപ്പോൾ ഇത്തരത്തിലുള്ള പല വ്യാഖ്യാനങ്ങളും നമ്മൾ കണ്ടതാണ്. കമ്പ്യൂട്ടറായാലും നെടുമ്പാശ്ശേരി എയർപോർട്ടായാലും കൊച്ചി മെട്രോ ആയാലും പലതരത്തിലുള്ള എതിർപ്പുകൾ അന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന CPM ഭാഗത്തു ഉണ്ടായതാണ്. പിന്നീട് അതെല്ലാം മാറി അവരെന്നെല്ലാം സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു കാലത്ത് കമ്പ്യൂട്ടർ നിർത്തിരുന്ന ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ടെക്നോ പാർക്ക് തുടങ്ങിയതെന്നുകൂടി ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഈ എതിർപ്പിൻ്റെ ചുറ്റുമുള്ള ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരി വരുന്നത്. ഏതായാലും കായലിൽ ലാൻഡ് ചെയ്യുന്നതിന് പ്രശ്നമുള്ളൂ. ഇത് കായലിൽ ലാൻഡ് ചെയ്യുന്നല്ലോ. കൊച്ചി കായലിൽ നിന്ന് നേരെ മാട്ടപ്പെട്ടി ഡാമിലേക്കാണ് ഈ സാധനം പോയത്. ഡാമിൽ നിന്ന് ഡാമിലേക്കുള്ള സർവീസ് ആകുമ്പോൾ കായലിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല, പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നാണ് CPM നേതാക്കളുടെ നിലപാട്. ഇനി അഥവാ കായലിൽ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തും എന്നും CPM നേതാക്കൾ പറയുന്നുണ്ട്. ഈ ചർച്ച നേരത്തെ നിങ്ങൾക്ക് നടത്തിക്കൂടെ എന്ന ചോദ്യവും അവിടെ നിലനിൽക്കുക. ഇതിനെല്ലാം പുറമെയാണ് വനം വകുപ്പിൻ്റെ നിലപാട്. മാട്ടുപ്പെട്ടി ഡാമിൽ സീപ്ലെയിൻ ഇറങ്ങുമ്പോൾ വന്യമൃഗങ്ങൾക്കത് അലോസരമുണ്ടാക്കും എന്നാണ് വനം വകുപ്പിൻ്റെ കണ്ടുപിടുത്തം. ഇതാദ്യം, അതായത് സീപ്ലെയിൻ്റെ ആദ്യ ദിവസത്തെ സർവീസിൽ തന്നെ ഇത്തരമൊരു വിമർശനം ഉയർന്നു വന്നപ്പോൾ സാക്ഷാൽ മണിയാശ്വരനാണെന്ന് ചോദിച്ചത്. അല്ലേ മണിയാശ്വരനെ, വനം വകുപ്പ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ ആനകൾക്ക് ശല്യം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആനയുടെ വായിൽ ഇത്തിരി വെള്ളം കോരി ഒഴിച്ചു കൊടുക്കാനാണ് മണിയാശ്വരൻ ആദ്യം പറയുന്നത്. മണിയാശ്വരനാണ് അതേ പറയും. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട വനം വകുപ്പിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഡാമിൽ പ്രത്യേകിച്ച് പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. അവിടെ ഈ പ്ലെയിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആനകൾ വെള്ളം കുടിക്കാനെത്തുന്ന ആനകൾക്ക് ദേഷ്യം ഉണ്ടാകുമെന്നും അവർ പ്രകോപിതരാകുമെന്നും അതുകൊണ്ട് തന്നെ അവിടെ നടത്തരുത്, കുറച്ച് അങ്ങോട്ട് മാറി വേറെ എവിടെയെങ്കിലും ഇത് കൊണ്ടുപോയി ലാൻഡ് ചെയ്താൽ കുഴപ്പമില്ല എന്ന് മറ്റുള്ള വനംവകുപ്പിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിൽ അല്ലാതെ ബോട്ട് ഓടിക്കുമ്പോൾ ഈ ആനകൾക്ക് പ്രശ്നം ഉണ്ടാകില്ലേ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളും ബാക്കിയാണ്. ഏതായാലും സീപ്ലെയിൻ സർവീസ് നേരാവണ്ണം നടക്കണം എന്നുണ്ടെങ്കിൽ CPMന് കുറഞ്ഞപക്ഷം ഘടകകക്ഷിയായ CPI എങ്കിലും ബോധ്യപ്പെടുത്തേണ്ടി വരും. അവർ ബോധ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പ്ലെയിൻ പറക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ താത്വികമായ ഒരു അഭിപ്രായം അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഏത് നിമിഷവും പറയും എന്നുള്ള പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. UDF ആണെങ്കിൽ സീപ്ലെയിനെ എതിർക്കുന്നതൊന്നുമില്ല, പക്ഷേ ഞങ്ങളന്ന് കൊണ്ടുവന്നപ്പോൾ നിങ്ങളത് അതിനെതിർത്തത് മോശമായി പോയി എന്ന് അവർ തരം കിട്ടുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തിൻ്റെ മുഖച്ഛായ ഇത് മാറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ ദൈവത്തിനാണ് എനിക്കിത് അറിഞ്ഞുകൂടാ. കാരണം എനിക്ക് സംശയമുണ്ട്. മൊത്തത്തിൽ ഈ സീപ്ലെയിൻ കേരളത്തിൽ ഓടിച്ചാൽ ലാഭകരമാകുമോ എന്ന് ചോദിച്ചാൽ തൽക്കാലം ഇത് പറയാനുള്ള നിവൃത്തിയില്ല. കാരണം ഏതാണ്ട് 54 കോടി രൂപയാണ് 2 വർഷത്തേക്ക് സീപ്ലെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ ഇത് കൊണ്ടുവരുന്ന കമ്പനി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 54 കോടി രൂപയ്ക്ക് 2 വർഷം കൊണ്ട് സീപ്ലെയിൻ ഓടിച്ച് മുതലാക്കാൻ പറ്റുമോ അറിഞ്ഞുകൂടാ. പിന്നെ സർക്കാരായിട്ട് ഇത് ഏറ്റെടുത്ത് തലയിൽ വയ്ക്കാതിരിക്കുന്നതാണ് ഭംഗി എന്ന് പറയുന്നവരുമുണ്ട്. കാരണം പല പദ്ധതികളും ഇതുപോലെ നമ്മൾ ഏറ്റെടുത്ത് അത് വെള്ളത്തിലായ കഥയാണ് പറയാനുള്ളത്. ഇതും അതിൻ്റെ വഴിക്കാകുമെന്ന് ആശങ്കപ്പെടുന്ന മനുഷ്യരുണ്ട്. അവരെ കുറ്റം പറയാനും പറ്റില്ല, കാരണം സർക്കാർ കാര്യമാണല്ലോ. ഏതാണ്ട് 2.5 കോടി 3 കോടി ആയിരിക്കും പരമാവധി ഒരു വർഷം കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം. ഇതിൽ തന്നെ 90%, 95% ആഭ്യന്തര ടൂറിസ്റ്റുകൾ, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള സാധാരണ മനുഷ്യർ ആണെന്നിരിക്കെ ഈ പറയുന്ന പൈസയൊക്കെ കൊടുത്ത് സീപ്ലെയിനിൽ കയറി കേരളത്തിൻ്റെ സൗന്ദര്യം കാണാൻ അവർ പോകുമോ എന്നുള്ള ചോദ്യവും അവിടെ നിൽക്കുകയാണ്. പിന്നെ ടിക്കറ്റ് നിരക്ക് ലക്ഷണം കണ്ടിട്ട് നല്ല പൈസ ചിലവാകുന്ന ഒരു ഏർപ്പാടാണ്. ഇത്രയും പൈസയൊക്കെ ചിലവാക്കി ആരെങ്കിലും ഡാമിൽ നിന്ന് ഡാമിലേക്ക് യാത്ര ചെയ്ത് കേരളത്തിൻ്റെ സൗന്ദര്യം ഒരു ദിവസം കൊണ്ടൊന്ന് വരുമോ? അല്ല, ഒരു ദിവസം കൊണ്ട് കേരളത്തിൻ്റെ സൗന്ദര്യം നോക്കാൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമോ? കേരളം കാണാൻ വരുന്നവർ സ്വസ്ഥമായി കേരളം നിന്ന് ഒരു 3-4 ദിവസമൊക്കെ നിന്ന് കണ്ടുപോകുന്ന വിനോദസഞ്ചാരികളെയാണ് ഇനി അല്ലാതുള്ള മനുഷ്യരുണ്ടെന്ന് പറയുന്നു, എനിക്കറിയില്ല. അതിലങ്ങനെ ഉള്ളവർ ഒരു പെട്ടെന്ന് വന്ന് കേരളം വന്ന് എങ്കിൽ കേരളം വന്ന് പെട്ടെന്ന് കണ്ടിട്ട് പൊക്കളയാമെന്നുള്ള മട്ടിലാരെങ്കിലും വരുമോ എന്നും അറിയാൻ പോയി. ഏതായാലും സീപ്ലെയിൻ പറക്കണമെങ്കിൽ ഈ കണ്ടതൊന്നും പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, CPIയെ ബോധ്യപ്പെടുത്തണം,
CPIയെ ബോധ്യപ്പെടുത്തിയാലും വനംവകുപ്പിൻ്റെ എതിർപ്പ് ഒരു ഭാഗത്തുണ്ട്, അത് ക്ലിയർ ചെയ്യണം. ഒന്നും വരാഞ്ഞ് പകുതി പോലെ പ്രകൃതി സ്നേഹികൾ കോടതിയിലേക്ക് വിടേണ്ടത് പറക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് സീപ്ലെയിൻ ഇനി എന്നാണാവോ പറക്കുന്നത്? ഏതായാലും ഒരു മാലിദ്വീപ് പോലെയാകാമെന്നുള്ള കേരളത്തിൻ്റെ സ്വപ്നം ഉടനെ അങ്ങ് നടക്കുന്ന കോടില്ല. കാരണം ഈ കൺഫ്യൂഷൻസൊക്കെ ക്ലിയർ ചെയ്ത് സീപ്ലെയിൻ ഒന്ന് പറന്ന് കാണണമെങ്കിൽ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത വിഷയവുമായി അടുത്ത ദിവസം കാണാം.